ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോയാണ്. ഇതുപോലെയുള്ള വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചേട്ടയുടെ ഒക്കെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വെക്കുന്നൊരു മോഡൽ ചിക്കൻ കറി കേട്ടോ. പല രീതിയിലും വെക്കും, അതിൽ ഒരു രീതി കേട്ടോ ഇത് ഇന്നലത്തെ വീഡിയോയാണ്. ഞാൻ കുഞ്ഞിപ്പെണ്ണിന് 11 മണിക്ക് കഴിക്കാൻ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് ആപ്പിൾ ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ആപ്പിൾ പൊങ്ങി വരുന്നതിന് ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ആപ്പിളിൻ്റെ മുകളിലും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കനൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അരഞ്ഞു പോകണ്ട, ചതഞ്ഞാൽ മതിയേ. അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാതെ കുറച്ച് കുരുമുളക് വറുത്തെടുക്കുന്നുണ്ട്. ചിക്കൻ കറി വെക്കാനാണ്. കുരുമുളക് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണം വരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മണം. അത് കഴിഞ്ഞിട്ട് കുരുമുളകൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ചതച്ച് വെച്ചതും കുറച്ച് പച്ചമുളകും എല്ലാം ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നമ്മുടെ മുറ്റത്ത് 2 പച്ചമുളക് പറിക്കാൻ വേണ്ടി പോയപ്പോൾ കാന്താരിയും വിളഞ്ഞ് നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ കാന്താരിയും ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പച്ചമുളകും ബാക്കി ഒരു 3-4 കാന്താരി മുളകും കൂടിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഒരു കൈപ്പിടി തേങ്ങയും കുരുമുളകും കൂടെ അരയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെറിയ തരിതരിപ്പിൽ അരച്ചെടുക്കണം. ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പച്ചത്തേങ്ങയും കുരുമുളക് വറുത്തതും കൂടെ കൂട്ടി അരയ്ക്കുന്നതും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചതച്ച് ചേർക്കുന്നത് കേട്ടോ. ഇതിനകത്ത് സവാള ചേർക്കാറില്ല. അങ്ങനെ ഉള്ളിയും ഇഞ്ചിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ശകലത്തോളം ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല അധികം ചേർക്കണ്ട, മസാല ലൈറ്റായിട്ട് ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു കറിയിൽ ചിക്കൻ മസാലയാണ് സാധാരണയായിട്ട് ചേർക്കുന്നത്. പിന്നെ എണ്ണ കുറവായതുകൊണ്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊടികളെല്ലാം മൂത്ത് കഴിഞ്ഞപ്പം ഒരു ചെറിയ തക്കാളി, വലിയ തക്കാളിയാണെങ്കിൽ പകുതി ചേർത്താൽ മതി. എന്നിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ 1/2 കിലോ ചിക്കനാട്ടോ എടുത്തേക്കുന്നത്. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി നുറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക. ഇത് കുറച്ച് ചാറായിട്ടാട്ടോ ഈ കറി വെക്കുന്നത്. ഇനിയിപ്പോൾ ഈ ചിക്കൻ വെന്ത് കഴിയുമ്പം തേങ്ങയും കുരുമുളകും കൂടെ അരച്ചത് ചേർത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കും. അത്രയേ ഉള്ളൂ കേട്ടോ കറിയുടെ പണി. ലാസ്റ്റ് വേണമെങ്കിൽ ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാട്ടോ ഇതുപോലൊരു കറി ആദ്യമായിട്ട് കഴിക്കുന്നതും കാണുന്നതും ഒക്കെ. അരകല്ലിൽ വെച്ചിട്ട് തേങ്ങയും കുരുമുളകും അരച്ച് മൺകലത്തിൽ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. വിരുന്നുകാരൊക്കെ വരുമ്പം ഈ ഒരു മോഡലിൽ ചിക്കൻ കറി വെക്കും. പിന്നെ ദോശ അല്ലെങ്കിൽ പൂരി അല്ലെങ്കിൽ ചത്തേപ്പിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ചത്തേപ്പിട്ടെന്ന് പറഞ്ഞാൽ ഇടിയപ്പത്തിൻ്റെ രൂപത്തിലിരിക്കുന്നൊരു പലഹാരമാണ്. ഇടിയപ്പത്തിൻ്റെ നൂലിനേക്കാളും കുറച്ചുകൂടെ കട്ടി ഉണ്ടാകും കേട്ടോ. തറവാട്ടിൽ അതിൻ്റെ അച്ചൊക്കെ ഉണ്ട്. ഞാൻ പല പ്രാവശ്യം വിചാരിച്ചാട്ടോ ഒരു വീഡിയോ എടുക്കണമെന്ന്, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. മരത്തിൻ്റെ ഒരു അച്ചാട്ടോ, കുറച്ച് വലിപ്പമുള്ളത്. ഞാനിനി എപ്പോഴെങ്കിലും ഒരു ദിവസം വീഡിയോ എടുത്ത് കാണിക്കാൻ. പലഹാരം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു അച്ച് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ തറവാട്ടിൽ ഒത്തുകൂടുന്ന സമയത്ത് ഇടിയപ്പത്തിൻ്റെ മാവ് നമ്മൾ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ച് വലിയ ഉരുളയാക്കിയിട്ട്, ഒരുപാട് വലുപ്പമല്ല, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളയാക്കിയിട്ട് അപ്പച്ചമ്പിൻ്റെ തട്ടിൽ വേവിച്ചെടുക്കും. ആവി കയറ്റി വേവിച്ചെടുത്തതിന് ശേഷമാണ് ചൂടോടെ ഈ അച്ചിലിട്ടിട്ട് നൂൽപുട്ടിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കുന്നത്. പിന്നെ അത് വേവിക്കത്തൊന്നുമില്ല, അങ്ങനെ തന്നെ കഴിക്കുകയോട്ടെ ചെയ്യുന്നത്. ഉരുള ആവി കയറ്റി വേവിച്ചല്ലോ, പിന്നെയാണല്ലോ അത് ഷേപ്പാക്കി എടുക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന കുരുമുളകിന് എരിവ് കുറവായതുകൊണ്ട് കേട്ടോ ഞാൻ കുറച്ച് കുരുമുളക് കൂടുതൽ ചേർത്തേക്കുന്നത്. നമ്മുടെ എരിവിന് എത്രയും കുരുമുളക് വേണോ അതിനനുസരിച്ച് ചേർത്താൽ മതിയേ. പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ അലക്കാനുള്ളതെല്ലാം അലക്കി ഇടുവാണ്. ആദ്യം അവിടെയൊക്കെ വെള്ളം കുടഞ്ഞ് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി. അവിടെ നമ്മൾ ടൈലൊന്നും ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് വെള്ളം കുടഞ്ഞ് അടിച്ചില്ലെങ്കിൽ ഭയങ്കര പൊടിയായിരിക്കും. തുണി വിരിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ അടിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് അലക്കി വിരിക്കുന്നതിന് മുമ്പ് അടിച്ചു വാരി വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ടാട്ടോ തുണിയൊക്കെ അലക്കി വിരിക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിത് വെറുതെ ഒന്ന് ഊരിപ്പിഴിഞ്ഞിട്ട് അയലേക്ക് ഇടുന്നതാണ്. ഇനിയിപ്പോൾ 1-2 പ്രാവശ്യം കൂടെ നന്നായിട്ട് ഊരിപ്പിഴിഞ്ഞൊക്കെ എടുക്കണം.
മെഷീനകത്ത് അലക്കാനുള്ളതെല്ലാം ഞാൻ അലക്കാൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ കല്ലിൽ അലക്കാനുള്ളതെല്ലാം അലക്കാൻ വേണ്ടി വന്നതേ. ഇനിയിപ്പോൾ കുറച്ച് കവറുകളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ചാക്കിൽ കൊണ്ടിടുക. ഹരിതകർമ്മസേന വരുമ്പോൾ കൊടുക്കാനുള്ളതാണ്. ചാക്ക് ഒരു കമ്പിയിൽ ഇങ്ങനെ കൊളുത്തി വെച്ചേക്കുക കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഒക്കെ നല്ല മഴയായിരുന്നേ. പിന്നെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തോർന്നു. പിന്നെ മെല്ലെ വെയിലൊക്കെ തെളിഞ്ഞൊക്കെ വരുന്നുണ്ട്. എന്നാലും ഞാൻ അകത്ത് തന്നെയാണ് തുണിയൊക്കെ വിരിച്ചിട്ടത്. ഇവിടെ ഇട്ടാലും വേഗം ഉണങ്ങിയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അടിച്ചു വാരലും തറ തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, അതും കഴിഞ്ഞു കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു, വിശക്കുന്നില്ലായിരുന്നേ. 2 കഷ്ണം ബ്രെഡും കഴിച്ച് 1 ഗ്ലാസ് ചായയും കുടിച്ചതാണ്. ഇപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുളിക്കാനൊന്നും നിൽക്കുന്നില്ല. പിന്നെ വേറെ കുറച്ച് പണിയും കൂടെ ഉണ്ട് തീരാൻ. അത് തീർന്നിട്ടുമില്ല. അത് കഴിഞ്ഞിട്ട് കുളിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുക ഇനിയിപ്പം. ചെരുപ്പുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടന്നത് ഞാനൊന്ന് എടുത്ത് ഒതുക്കിയൊക്കെ വെച്ചു. പിന്നെ മോപ്പൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടാനും പിന്നെ നമ്മൾ വീട്ടിലിടുന്ന കുറച്ച് ചെരുപ്പുകളൊക്കെ ഒന്ന് വെറുതെ കഴുകി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ വെച്ചു. കാലും കൈയും മുഖമൊക്കെ കഴുകിയിട്ട് കയറി പോരുവാ ഇനിയിപ്പോൾ. നമ്മുടെ തൊട്ട് മുകളിൽ 3 കുഞ്ഞി പിള്ളേരുണ്ട് കേട്ടോ. അവരുടെ കരച്ചിലും ബഹളമൊക്കെ ഇനിയുള്ള വീഡിയോകളിലൊക്കെ കേൾക്കാം. തുണി അലക്കി ഊരിപ്പിഴിഞ്ഞ വെള്ളം തന്നെ കേട്ടോ. ചെരുപ്പ് കഴുകാനും മോപ്പ് കഴുകാനും പിന്നെ അടിച്ചുവാരിയൊക്കെ കഴുകി വൃത്തിയാക്കാനും ഒക്കെ ഈ ഒരു വെള്ളം തന്നെ കേട്ടോ ഞാൻ എടുക്കുന്നത്. വെറുതെ കമത്തി കളയണ്ടല്ലോ. ഉച്ചയ്ക്ക് ഞാൻ ചിക്കൻ കറി എടുത്തില്ല. തലേദിവസത്തെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ചോറുണ്ണു കേട്ടോ ചെയ്തേ. അക്കുവിന് രാവിലെ മുട്ട പൊരിച്ചതിൻ്റെ ഒരു പകുതി ഇരിപ്പുണ്ടായിരുന്നു. കമ്പിളി നാരങ്ങ കേട്ടോ ഇത്, പഴുത്തിട്ടില്ല. ബബിളി മൂസാന്നും പറയും കേട്ടോ, കമ്പിളി നാരങ്ങ എന്നല്ലാതെ. നമ്മുടെ അയൽവക്കത്ത് ഒരു പുതിയ വീട് പണിയുന്നുണ്ടേ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വെറുതെ പോയി വീട് പണിയൊക്കെ ഒന്ന് കണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞേച്ച് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് മുറ്റമൊക്കെ അടിച്ച് വാരുകയും ചെടിക്ക് വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യുവാണേ. ഇന്നത്തെയൊക്കെ കഴിഞ്ഞ് കിടന്നു എല്ലാം തന്നു. ഉറങ്ങിക്കോട്ടോ. ഇവിടെ ഒരു കുഞ്ഞ് കുമ്പളങ്ങ ആയിട്ടുണ്ട്. വൈകുന്നേരം ചേട്ടായി റേഷൻ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേ ഞങ്ങളെല്ലാവരും ചേട്ടയുടെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. വെറുതെ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ ഇവിടെ ഉള്ള കോളനിയിലെ പിള്ളേർ റോഡിൽ കൂടെ ഒരു കവറും ഒക്കെ കൊണ്ട് നടന്ന് എന്തൊക്കെയോ പറക്കുന്നുണ്ട് കേട്ടോ. എന്നാന്ന് ആദ്യം മനസ്സിലായില്ല. എന്നിട്ട് ഞാൻ പിന്നെ പിള്ളേരോട് തന്നെ ചോദിച്ചു എന്നാന്ന്. അപ്പോൾ അവർ ഈയലിനെയൊക്കെ പറക്കി ഒരു കവറിൽ ഇടുന്നുണ്ട്. മീനിനെ പിടിക്കാൻ വേണ്ടി അവർക്ക് പോകാൻ വേണ്ടിയിട്ട്, മീനിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഈയലിനെയൊക്കെ പിടിച്ചുകൊണ്ട് അവർ ചൂണ്ടയിടാൻ വേണ്ടി പോകുക കേട്ടോ. ഈയലിന് വേറെ എന്തൊക്കെയോ പേര് പറയാറുണ്ടല്ലേ. ഞങ്ങളുടെ ഇവിടെ ഈയൽ എന്നാണ് കേട്ടോ പറയുന്നത്.
മഴപ്പാറ്റാന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയോ പേരുകളുണ്ട്. എന്തായാലും ഓരോരുത്തരുടെ നാട്ടിൽ പറയുന്ന പേരുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ആ പിള്ളേർ റോഡിൻ്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നടക്കുന്നുണ്ട് കേട്ടോ. നടന്ന് മെയിൻ ടൗണിലെത്തിയിട്ടുണ്ട്. അക്കുവിന് 2 പേന വേണമെന്ന് പറഞ്ഞിട്ട് ചേട്ടായി ഇവിടെ ഒരു കടയിൽ കയറി പേന വാങ്ങുന്നുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ തലേദിവസത്തെ കുറച്ച് സാമ്പാർ തീർക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങനെ ചോറുണ്ടേച്ച് രാത്രിയിൽ ഞാൻ പൂരി ഉണ്ടാക്കി. ചിക്കൻ്റെ കഷ്ണം കുറവായതുകൊണ്ട് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ഒക്കെ ഇട്ട് കറിയൊക്കെ ഒന്ന് തിളപ്പിച്ചൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.